Hello friends, welcome to RJ's physics classes. Motion along a straight line എന്ന സുന്ദരമായ രാജ്യത്തിലൂടെ നമ്മളുടെ AC വോൾവോ ബസ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ രാജ്യത്തിലെ ഒരുപാട് ഗാർഡനിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, positive acceleration, negative acceleration, then uniform, average, instantaneous, അങ്ങനെയുള്ള കുറേ എണ്ണം. And the most important one, equations of motion. V equal to u plus at, v minus u equal to at, v minus at equal to u. S equal to ut plus half at square, s minus ut equal to half at square, s minus half at square equal to ut. V square equal to u square plus 2as, v square minus u square equal to as, v square minus 2as equal to u square. അല്ലേ? മുകളിലേക്ക് പോകുമ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ത് സംഭവിച്ചു, താഴേക്ക് വരുമ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ത് സംഭവിച്ചു, ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തു പോയത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ആ വീഡിയോസ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ രണ്ട് ക്വസ്റ്റ്യനിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് കിട്ടിയ രണ്ട് ഡൗട്ടുകളിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ഡൗട്ട് ഇതാണ്. ഓക്കെ, ഡൗട്ട് അല്ല, ഒരു ക്വസ്റ്റ്യൻ ഒരു കുട്ടി ചോദിച്ചതാണ്. അപ്പം ഞാൻ ഉത്തരം കൊടുത്തത് എല്ലാവർക്കും വേണ്ടി ഒന്നും കൂടെ എന്ത് ചെയ്യണോ, പറയണോ. അത് ഒരാൾക്ക് മാത്രമല്ല ഇൻഡിവിജ്വൽ ഡൗട്ട് വരുള്ളൂ. അപ്പം ജനറലി എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. After 2 seconds, another ball is dropped from another height. A ball is dropped from a height. After 2 seconds, another ball is dropped from another height. But they strike the ground at the same time 5 seconds after first is dropped. Find the separation between their dropping. That was a question. A ball is dropped from a height. After 2 seconds, another ball is dropped from another height. But they strike the ground at the same time 5 seconds after first is dropped. Find the separation between their dropping. Question clear alle? A ball is dropped from a height. After 2 seconds, another ball is dropped from another height, but they strike the ground at the same time 5 seconds after first is dropped. Find the separation between their dropping. Question clear ആയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ ലോജിക് സിമ്പിളാണ്. ഒന്നാമത്തെ ബോള് ഡ്രോപ്പ് ചെയ്തു, 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് തറയിൽ ചെന്നിടിച്ചു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ ബോൾ ഡ്രോപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ബോളിന് എത്ര സമയം കിട്ടിയിട്ടുണ്ടാവും താഴെത്താൻ? 3 സെക്കൻഡ്. ഓക്കെ, ഇനി അവർ തമ്മിലുള്ള സെപ്പറേഷൻ ബിറ്റ്വീൻ ഡ്രോപ്പിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഡ്രോപ്പ് ചെയ്ത് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് താഴെ ചെന്നിടിച്ചത്. സോ ഇറ്റ് ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 125 മീറ്റർ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ബോള് ഡ്രോപ്പ് ചെയ്ത് 3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് അത് താഴെ ചെന്നിടിച്ചത്. സോ ഇറ്റ് ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 45 മീറ്റർ. സോ വാട്ട്സ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഡ്രോപ്പിംഗ്? ഇത് 125 മീറ്റർ സഞ്ചരിച്ചു, ഇത് 45 മീറ്റർ സഞ്ചരിച്ചു. സോ ദ സെപ്പറേഷൻ വിൽ ബി 125 മൈനസ് 45. ആൻസർ ഈസ് 80 മീറ്റർ. ദിസ് വാസ് എ ഫസ്റ്റ് ഡൗട്ട്. ആ ഡൗട്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ അല്ല ആക്ച്വലി അയാളെ ബുദ്ധിമുട്ടിച്ചത്. പകരം ഒന്നാമത്തെ ബോൾ ഡ്രോപ്പ് ചെയ്ത് 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴല്ലേ താഴെ എത്തിയേ, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴല്ലേ അടുത്ത ബോൾ ഡ്രോപ്പ് ചെയ്തത്. അപ്പം അത് 20 മീറ്റർ അല്ലേ ആ സമയം കൊണ്ട് ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ടാവുള്ളൂ. ആ 20 മീറ്റർ അല്ലേ സെപ്പറേഷൻ വരേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ലോജിക് സിമ്പിളാണ്. ഒന്നാമത്തെ സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിക്കണ ഓബ്ജക്റ്റ് രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയാണ് നമുക്കറിയാം, 1:3:5 ആണ്. രണ്ടാമത്തെ സെക്കൻഡിൽ 15 മീറ്ററാണ് സഞ്ചരിക്കണത്. മൂന്നാമത്തെ സെക്കൻഡിൽ 20 മീറ്ററാണ് സഞ്ചരിക്കണത്. ആണോ? 25 മീറ്ററാണ് സഞ്ചരിക്കണത്. 1:3:5. ഒരു സെക്കൻഡിൽ 5 മീറ്റർ. സോ രണ്ടാമത്തെ സെക്കൻഡിൽ 15 മീറ്റർ, മൂന്നാമത്തെ സെക്കൻഡിൽ 25 മീറ്റർ, നാലാമത്തെ സെക്കൻഡിൽ 35 മീറ്റർ. അങ്ങനെ പോവാണ്. ഈ 20 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സെക്കൻഡിൽ 5ഉം രണ്ടാമത്തെ സെക്കൻഡിൽ 20ഉം.
ഓക്കെ, ഇനി 20 മീറ്റർ ദൂരമാണ് 2 സെക്കൻഡ് കൊണ്ട് ഇയാൾ സഞ്ചരിച്ചത്, ഓഫ് കോഴ്സ്. പക്ഷേ അടുത്തൊരു സെക്കൻഡിൽ അയാൾ സഞ്ചരിക്കണത് എത്ര ദൂരമാണ്? 25 മീറ്ററാണ്. ഇത് ഒറ്റയടിക്ക് 45ലേക്ക് എത്തും. അപ്പോൾ ഇയാൾ എത്ര ദൂരം എത്തിയിട്ടുണ്ടാവുള്ളൂ? 5 എത്തിയിട്ടുണ്ടാവുള്ളൂ. അടുത്ത സെക്കൻഡിൽ 35 മീറ്ററിലേക്ക് എത്തുക, അയാൾ 80ലേക്ക് എത്തും. അപ്പോൾ ഇയാളാകെ എത്ര ദൂരം എത്തിയിട്ടുണ്ടാവുള്ളൂ? വെറും 15 മീറ്ററും കൂടി 20 മീറ്റർ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, സോ അടുത്ത സെക്കൻഡിൽ ഇത് 25 മീറ്റർ എത്തുമ്പോഴേക്കും മറ്റാൾ എവിടെ എത്തിയിട്ടുണ്ടാവും? 125 എത്തിയിട്ടുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ ആ ഒരു വ്യത്യാസം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. 80 km/h പോണ ഒരു ലോറി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്താൽ നമ്മളെ മുന്നിൽ കാണി ചാടി വിചാരിക്കുക ലോറിയുടെ ഡ്രൈവർക്ക് നല്ലോണം ദേഷ്യം വരും. മിക്കവാറും തല പുറത്തേക്ക് ഇട്ട് നമ്മളെ നല്ലോണം ചീത്തയും പറയും. അതിൻ്റെ റീസൺ സിമ്പിൾ, സ്പീഡ് ഇങ്ങനെ കൂട്ടി 10, 20, 30, 40, 50, 60, 70 അങ്ങനെ 80 എത്തിച്ചിട്ടുണ്ടാവും. ഈ എത്തിച്ച മൊമെന്റിലാണ് നമ്മൾ കൂളായിട്ട് റോഡ് ആൻഡ് ക്രോസ് ചെയ്യുക, ഒന്നും നോക്കാണ്ട്. ഈ 80 ഒറ്റയടിക്ക് 10ലേക്ക് ചാടും. 10നെ 80 ആക്കാൻ എത്ര എഫേർട്ട് എടുത്തോ അതേ എഫേർട്ട് പിന്നെ എടുക്കണം, എന്നാലേ 80ലേക്ക് എത്തുള്ളൂ. കാരണം 80 ഒറ്റയടിക്ക് 10ലേക്ക് എത്തി. പിന്നെ 10ന്ന് നേരിട്ട് 80ലേക്കല്ല, 20, 30 എന്നിട്ട് അങ്ങനെ കൂടുക ചെയ്യാം. അങ്ങനെ 80ലേക്ക് എത്തിയപ്പോൾ വീണ്ടും ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ ഓക്കെ, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? പിന്നെ ഇതേ സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അവിടെയാണ് ആക്സിലറേഷൻ എന്നുള്ളതിൻ്റെ പ്രസക്തി. നേരെ മറിച്ചത് 80 തന്നെ പോവുകയാണെങ്കിൽ സ്മൂത്തായിട്ട് അങ്ങനെ പോയിക്കോളും. 0 തുടങ്ങുമ്പോൾ അതേ വെലോസിറ്റി ഗെയിൻ ചെയ്യാൻ ഇറ്റ് ടേക്ക് ടൈം. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം എ ടാപ്പ് വാട്ടർ ഡ്രോപ്സ് ആർ oozing down. From a tap water drops are falling down. The third drop begin to come out at the moment first drop hit the ground. Third drop begin to come out from the tap at the same time first drop hit the ground. Then find the position of second drop. Then find the position of second drop provided the height of the tap is 5 meters above the ground. Okay, or the tap is placed at a height 5 meters from the ground. Question clear alle? From a tap water drops are moving down or falling down. Third drop come out from the tap at the same time first drop hit the ground. Then find the position of second drop. Okay, ഈ ക്വസ്റ്റ്യൻ ഒരു ചെറിയ തരികടുണ്ട്. ആക്ച്വലി മൂന്നാമത്തെ ഡ്രോപ്പ് നമ്മളെ ക്വസ്റ്റ്യനിലില്ല. കാരണം മൂപ്പര് വരാൻ തുടങ്ങണല്ലേ ഉള്ളൂ. വരട്ടെ, എന്നിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പം ജസ്റ്റ് പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഡ്രോപ്പിനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡ്രോപ്പ് തറയിൽ വന്നിടിച്ചു. രണ്ടാമത്തെ ഡ്രോപ്പിൻ്റെ പൊസിഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ഡ്രോപ്പ് പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. ഓക്കെ, സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ഡ്രോപ്പ് തറയിൽ വന്നിടിച്ചു. ഓക്കെ, റെഗുലർ ഇൻ്റർവെല്ലാണ് ആ ഡ്രോപ്പ് വന്നിടിക്കണമെന്നും കൂടി അതിലുണ്ടാവും കേട്ടോ. ഫ്രം എ ടാപ്പ് വാട്ടർ ഡ്രോപ്സ് ആർ ഫാളിങ് ഇൻ റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. The third drop begin to come out when the first one hit the ground. Find the position of second drop എന്നാണ് ക്വസ്റ്റ്യൻ. Find the position of second drop. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്നത് ഇങ്ങനെയാണ് വിചാരിക്കാം. 1.25 meter, 2.5 meter, 3.75 meter, 5 meter. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്നത്. 1.25 meter, 2.5 meter, 3.75 meter and 5 meter. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നെ വിചാരിക്കുക. വിച്ച് വൺ വിൽ ബി ദ റൈറ്റ് ആൻസർ? അതാണ് നമുക്ക് ആവശ്യം. മൂന്നാമത്തെ ഡ്രോപ്പ് ചിത്രത്തിലേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനെ മൈൻഡ് ചെയ്യണ്ട. മൂന്നാമത്തെ ഡ്രോപ്പിനെ മൈൻഡ് ചെയ്യണ്ട, ചിത്രത്തിലില്ല. ഓക്കെ, റെഗുലർ ഇൻ്റർവെല്ലാണ് ഈ ഡ്രോപ്പുകൾ താഴേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഡ്രോപ്പ് 5 മീറ്റർ സഞ്ചരിച്ചത്. എത്ര സമയമെടുക്കും? 1 സെക്കൻഡ്. ഓക്കെ, സോ 1 സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്ര ഡ്രോപ്പാണ് താഴേക്ക് വീണത്? 2 ഡ്രോപ്പ്. മൂന്നാമത്തെ ചിത്രത്തിലില്ലേ? കാരണം മൂന്നാമത്തെ ടാപ്പ് നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. മൂപ്പര് ചിത്രത്തിൽ വരാൻ സമയമായിട്ടില്ല. ഓക്കെ, സോ 2 ഡ്രോപ്പാണ് 1 സെക്കൻഡിൽ വരുന്നത്. അപ്പോൾ 2 ഡ്രോപ്പുകൾക്കിടെയുള്ള ടൈം ഇൻ്റർവെൽ എത്രയായിരിക്കും? 0.5 സെക്കൻഡ് ഓർ ഹാഫ് സെക്കൻഡ്.
ഈ ഡ്രോപ്പുകൾക്കിടയിലുള്ള ടൈം ഇൻ്റർവെൽ ഹാഫ് സെക്കൻഡാണ്. അപ്പോൾ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ മൂന്നാമത്തെ ഡ്രോപ്പ് പുറത്തേക്ക് വരുമല്ലോ, 100% ഉറപ്പല്ലേ? ഓക്കെ, ഇനി ഹാഫ് സെക്കൻഡാണ് അപ്പോൾ രണ്ടാമത്തെ ഡ്രോപ്പ് സഞ്ചരിച്ചത്. ഒന്നാമത്തെ ആൾ 1 സെക്കൻഡ് സഞ്ചരിച്ചു, 5 മീറ്ററിൽ ചെന്ന് ഇടിച്ചു. രണ്ടാമത്തെ ആൾക്ക് സഞ്ചരിക്കാൻ കിട്ടിയത് ഹാഫ് സെക്കൻഡാണ്. നമുക്കറിയാം h ഈക്വൽ ടു 5t². So h equal to 5 into 1/4. Answer is 1.25 meter. Yes sir, option 1 എനിക്ക് കിട്ടി. ആവോ, ഒന്നും കൂടി ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ 1 ആണോ അതിൻ്റെ ആൻസർ വരിക? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് സെക്കൻഡ് ഡ്രോപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ സഞ്ചരിച്ച ദൂരാണ് 1.25 മീറ്റർ. ഈ സഞ്ചരിച്ച ദൂരാണ് 1.25 മീറ്റർ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ എന്നുള്ളതാണ്. സോ 5 മൈനസ് 1.25, ദ റിക്വയർഡ് ആൻസർ ഈസ് 3.75 മീറ്റർ. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഡൗട്ടായിട്ട് എനിക്ക് കിട്ടി. ആ ക്വസ്റ്റ്യനും കൂടിയും ഇതിൽ പറയാം ബിഫോർ മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോൾ ഈസ് ത്രോൺ അപ്പ് വിത്ത് എ വെലോസിറ്റി u. It reaches the ground after t1 seconds. Another ball is thrown downwards with a velocity u. It take a time t2 to reach the ground. Third ball is dropped from the ground. It take a time t to reach the ground. What is the relation between t1 and t2? Question clear ആയില്ലേ? A ball is thrown up from a height with a velocity u. It take a time t1 to reach the ground. Another ball is thrown down with a velocity u. It take a time t2 to reach the ground. Third ball is dropped from the same height. It take a time t to reach the ground. What is the relation between t1 and t2? അങ്ങനെയുള്ള ചോദ്യം. What is the relation between the times? ഓക്കെ, അതിൻ്റെ ആൻസർ കിട്ടേണ്ടത് t ഈക്വൽ ടു റൂട്ട് ഓഫ് t1 t2 എന്നാണ്. ദിസ് ഈസ് ദ ആൻസർ. ഇതൊരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആവുകൊണ്ട് അതിൻ്റെ ആൻസറാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. കാരണം എങ്ങനെ ചെയ്തു എന്നുള്ളതിനേക്കാൾ വാട്ട്സ് ആൻസർ എന്നാണ് നമുക്കവിടെ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയാം. h ഹൈറ്റ് എന്നാണ് ഈ വസ്തുവിനെ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞത്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. -ut1 പ്ലസ് ഹാഫ് gt1². h equal to -ut1 plus half gt1². ഓക്കെ, രണ്ടാമത്തെ ബോൾ u വെലോസിറ്റിയിലാണ് താഴേക്ക് ഇടുന്നത്. സോ h ഈക്വൽ ടു എന്ത് വരും? ut2 പ്ലസ് ഹാഫ് gt2². പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? മൂന്നാമത്തെ കേസ് h ഈക്വൽ ടു ഹാഫ് gt². അതവിടെ നിന്നോട്ടെ. മൂന്നാമത്തെ നമുക്ക് സ്ഥിരപരിചിതമായ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനെ t2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ht2 ഈക്വൽ ടു -u t1 t2 പ്ലസ് ഹാഫ് gt1² t2. രണ്ടാമത്തെ ഇക്വേഷനെ t1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. u t2 t1 പ്ലസ് ഹാഫ് gt2² t1. ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യാം. എന്ത് തരികിട ഒപ്പിച്ചാന്ന് മനസ്സിലായില്ലേ? ഒരു മൈനസും ഒരു പ്ലസും ഇത് കട്ട് ചെയ്ത് പോകണം. അത് കട്ട് ചെയ്ത് പോകാൻ എളുപ്പ വഴി ഇവിടെ t2 ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇവിടെ t1 ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ടും സിമിലർ ടേമുകളാണ്. സോ h ഇൻറ്റു t1 t2, സോറി h ഇൻറ്റു t1 പ്ലസ് t2 ഈക്വൽ ടു ഈ രണ്ടെണ്ണത്തിന് ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും, നോ ഡൗട്ട്. ഓക്കെ, ഹാഫ് ജി t1 t2 പുറത്തേക്ക് എടുക്കാം. ഹാഫ് ജി t1 t2 പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇതിലുണ്ടാവുക t1, ഇതിലുണ്ടാവുക t2, t1 പ്ലസ് t2. ഓക്കെ, t1 പ്ലസ് t2 രണ്ടിലുണ്ട്. ഇറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽ. എച്ചിന് പകരം ഹാഫ് gt² കൊടുത്തൂടെ? ഹാഫ് gt² ഈക്വൽ ടു ഹാഫ് g ഇൻറ്റു t1 t2.
ഹാഫ് ജി രണ്ടൊന്നും കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആൻസർ കിട്ടും ടി സ്ക്വയർ ഈക്വൽ ടു T1 T2 T ഈക്വൽ ടു റൂട്ട് ഓഫ് T1 T2. T ഈക്വൽ ടു റൂട്ട് ഓഫ് T1 T2. പറഞ്ഞ് ലോജിക് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ ചാപ്റ്ററിൽ കുറേ കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ പറയാൻ മെയിനായിട്ട് വിചാരിച്ച ടോപ്പിക് ഗ്രാഫുകളാണ്. ഓക്കെ, ഗ്രാഫാണ് ഞാൻ പറയാൻ വിചാരിച്ച ടോപ്പിക്. ഓക്കെ, സോ ഗ്രാഫ് എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് പറയാനുള്ളത്. രണ്ട് തരം ഗ്രാഫാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന് ST ഗ്രാഫും രണ്ടാമത്തെ VT ഗ്രാഫുമാണ്. ST ഗ്രാഫ് ആൻഡ് VT ഗ്രാഫ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ചാപ്റ്ററിൻ്റെ നോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോ മുതൽക്കുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ നോക്കിയാൽ നോട്ട്സിൻ്റെ ലിങ്ക് കിട്ടും. ഗ്രാഫിൻ്റെ ബേസിക് ഐഡിയ ഓൾറെഡി ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്രാഫിൻ്റെ ബേസിക് ഐഡിയ ബ്രിഡ്ജ് കോഴ്സിലുണ്ട്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്കും പ്രൊവൈഡ് ചെയ്യും. ബ്രിഡ്ജ് കോഴ്സിൻ്റെ ലിങ്ക് കൂടെ ഈ വീഡിയോൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ വീഡിയോ കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് നോട്ട്സിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതേപോലെ എന്തും കാണാം, ഈ വീഡിയോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രിഡ്ജ് കോഴ്സിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കും ഇതിൻ്റെ താഴെ കൊടുക്കും. അപ്പോൾ അത് നോക്കാം. ഓക്കെ, ഗ്രാഫിൻ്റെ ലോജിക് നമുക്ക് കുറച്ചറിയാം. ഇല്ലാത്തവർ ആ വീഡിയോ വീണ്ടും കാണാം. അതിൽ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ ഇതാണ്: ഫസ്റ്റ് വേർഡ് വിൽ ഇൻഡിക്കേറ്റ് y ആക്സിസ്, സെക്കൻഡ് വേർഡ് വിൽ ഇൻഡിക്കേറ്റ് x ആക്സിസ്. സോ AB ഗ്രാഫ് എന്ന് പറഞ്ഞാൽ A should be along y axis and B should be along x axis. A is a constant, ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. A is proportional to B, ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. A is proportional to B square, ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. This is A is proportional to B, this is A equal to a constant, and this is A is proportional to B square. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ ബ്രിഡ്ജ് കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ട ആദ്യത്തെ ഗ്രാഫ് ST ഗ്രാഫാണ്. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഓക്കെ, അതിൻ്റെ മുന്നേ ഒരു ഡാറ്റയും കൂടി മനസ്സിൽ ഉറപ്പിക്കാം. ഒരു ഇക്വേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ആക്സിസിന് പെർപെൻഡിക്കുലർ. ഇക്വേഷൻ്റെ പവർ 1 ആണെങ്കിൽ ഇൻക്ലൈൻഡ് ലൈൻ. അതിൻ്റെ എക്സാമ്പിൾ പറയാം. y ഈക്വൽ ടു mx പ്ലസ് c. ഇതിൻ്റെ പവർ 1 ആണ്. പവർ 1 ആണെങ്കിൽ ഇൻക്ലൈൻഡ് ലൈൻ. y ഈക്വൽ ടു mx സ്ക്വയർ പ്ലസ് bx. ഇതിൻ്റെ പവർ ഇതിൻ്റെ ഗ്രാഫ് വരിക പാരബോളിക് ഷേപ്പാണ്. പവർ 1 ആണെങ്കിൽ ഗ്രാഫ് ഇൻക്ലൈൻഡ് ലൈൻ ആണ്. പവർ 2 ആണെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് പാരബോളിക് ആണ്. ഓക്കെ, പാരബോളിക് ഷേപ്പാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ST graph is based on the relation S equal to UT plus half AT square. ST റിലേഷനെ കാണിക്കാനുള്ള ഗ്രാഫാണ് ST ഗ്രാഫ്. ST റിലേഷൻ S is equal to UT plus half AT square. ഓക്കെ, ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കണത്. അല്ലെങ്കിൽ ഈ ഇക്വേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫാണ് ST ഗ്രാഫ്. Okay, ST graph, displacement is along y axis and time is along x axis. Displacement is along y axis and time is along x axis. Okay, displacement y axis ലാവും time x axis ലാവും. പേരിൽ തന്നെ ഉത്തരം കിട്ടും. ഫസ്റ്റ് വേർഡ് ഇൻഡിക്കേറ്റ് y axis, സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ് x axis എന്നാണ്.
displacement time graph. Displacement is along y-axis, time is along x-axis. അതിനെ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് എന്നും പറയാം. xt ഗ്രാഫ്. രണ്ട് പൊസിഷനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കണേ, അല്ലെങ്കിൽ രണ്ട് പൊസിഷനുകൾക്കിടയിലുള്ള ലെങ്തിനാണ്, ഷോർട്ടസ്റ്റ് ലെങ്തിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഹിയർ s is along y-axis, t is along x-axis. ഓക്കെ, ഇത് ഒറിജിൻ. ഇവിടുന്ന് 3 മീറ്റർ ദൂരത്തായിട്ട് ഒരു ഓബ്ജക്റ്റ് ഇരിക്കണം. ഈ ഓബ്ജക്റ്റിൻ്റെ എസ് ടി ഗ്രാഫ് വരയ്ക്കണം. വെരി സിമ്പിൾ. നമ്മൾ നോക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ഓബ്ജക്റ്റ് 3 മീറ്ററിലാണ്. സോ 0 ടൈമിൽ ഓബ്ജക്റ്റ് ഉള്ളത് 3 മീറ്ററിലാണ്. ഇനി 10 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ വീണ്ടും 3 മീറ്ററിലാണ്. 20 സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും 3 മീറ്ററിലാണ്. 30 സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും 3 മീറ്ററിലാണ്. 40 സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും 3 മീറ്ററിലാണ്. 50 സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും 3 മീറ്ററിലാണ്. ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ 0 സെക്കൻഡിൽ 3 മീറ്റർ, 10 സെക്കൻഡിൽ 3 മീറ്റർ, 20 സെക്കൻഡിൽ 3 മീറ്റർ, 30 സെക്കൻഡിൽ 3 മീറ്റർ. ഓക്കെ, സോ ഈ പൊസിഷൻസിനെ മുഴുവൻ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും 3 മീറ്റർ ആണ് അതിൻ്റെ പൊസിഷൻ സെയിം. ഓക്കെ, സോ ഞാൻ വരച്ച പോയിന്റ്സ് നോക്കണ്ട. 10 സെക്കൻഡിൽ 3 മീറ്റർ, 20 സെക്കൻഡിൽ 3 മീറ്റർ, 30 സെക്കൻഡിൽ 3 മീറ്റർ, ഇങ്ങനെ പോകും. സോ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇതാണ് റസ്റ്റിൻ്റെ എസ് ടി ഗ്രാഫ്. റസ്റ്റിൻ്റെ എസ് ടി ഗ്രാഫ് വരിക എ ഗ്രാഫ് വിച്ച് ഈസ് സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ് ആക്സിസ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ റസ്റ്റിൻ്റെ എസ് ടി ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. നമുക്കുള്ള ഒന്നാമത്തെ ഗ്രാഫ്. ഇനിയുള്ളത് യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റിൻ്റെ എസ് ടി ഗ്രാഫ് രണ്ട് രീതിയിൽ പറയാം. ഒരു കാറിൻ്റെ യൂണിഫോം വെലോസിറ്റിൻ്റെ ടേബിൾ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ 60 km/h സ്പീഡിലാണ് ഒരു കാറ് പോണതെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഒരു ടേബിളിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ, 2 മണിക്കൂറിൽ 120 കിലോമീറ്റർ, 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ, 4 മണിക്കൂറിൽ 240 കിലോമീറ്റർ, 5 മണിക്കൂറിൽ 300 കിലോമീറ്റർ. ഇങ്ങനെയാണ് പോണതെന്ന് വിചാരിക്കാം. അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരാമെന്ന് ആലോചിച്ച് നോക്കിയേ. എസ് ടി ഗ്രാഫ്. ഓക്കെ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ. ദെൻ 60 km/h, 120 km/h, 180 km/h, 240 km/h, ഇങ്ങനെ പോകും. 240 കിലോമീറ്റർ, 300 കിലോമീറ്റർ, അങ്ങനെ പോകും. 1 മണിക്കൂറിൽ 60, 2 മണിക്കൂറിൽ 120, 3 മണിക്കൂറിൽ 180. ഓക്കെ, 4 മണിക്കൂറിൽ 240, 5 മണിക്കൂറിൽ 300, ഇങ്ങനെ പോകും. സോ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഈ പോയിന്റ്സിനെ മുഴുവൻ കണക്ട് ചെയ്തിട്ട് വരയ്ക്കാം. സോ ദ ഗ്രാഫ് മസ്റ്റ് ബി അൻ ഇൻക്ലൈൻഡ് ലൈൻ. സംശയമില്ലല്ലോ. ഇത് മറ്റൊരു രീതിയിലും നമുക്ക് പറയാം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഇക്വേഷൻ. യൂണിഫോം വെലോസിറ്റിയുടെ ആക്സിലറേഷൻ എത്രയാ നമുക്കറിയാം. യൂണിഫോം വെലോസിറ്റിയുടെ ആക്സിലറേഷൻ 0. സോ ദ ഇക്വേഷൻ വിൽ ബി എസ് ഇസ് ഈക്വൽ ടു യു ടി. എസ് ഈക്വൽ ടു യു ടി. ഓക്കെ, ഇതിൻ്റെ പവർ 1 ആണ്. പവർ 1 ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താ വരിക? ഇൻക്ലൈൻഡ് ലൈൻ അല്ലേ? സോ ദ ഗ്രാഫ് മസ്റ്റ് ബി അൻ ഇൻക്ലൈൻഡ് ലൈൻ. ലോജിക് ക്ലിയർ ആണോ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ റസ്റ്റിൻ്റെ എസ് ടി ഗ്രാഫാണ് നമ്മൾ പറഞ്ഞത്. റസ്റ്റിൻ്റെ എസ് ടി ഗ്രാഫ് ഇങ്ങനെയാണ്. ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇറ്റ് ഈസ് എ കേസ് ഫോർ റസ്റ്റ്.
ഇതാണ് റെസ്റ്റിൻ്റെ എസ് ടി ഗ്രാഫ്. സംശയമൊന്നുമില്ലല്ലോ പറഞ്ഞേ. ഓക്കെ, എസ് ടി ഗ്രാഫാണ് റെസ്റ്റിൻ്റെ. ഇനി യൂണിഫോം വെലോസിറ്റിൻ്റെ എസ് ടി ഗ്രാഫ് ഞാൻ പറഞ്ഞു ഇൻക്ലൈൻഡ് ലൈനാണ്. അപ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ആ കുഴപ്പം ഇതാണ്, ഇത് ഇൻക്ലൈൻഡ് ലൈനാണ്. ഓക്കെ, ഇനി ഇത് ഇൻക്ലൈൻഡ് ലൈനാണ്, ഇത് ഇൻക്ലൈൻഡ് ലൈനാണ്. ഓക്കെ, ഇത് ഇൻക്ലൈൻഡ് ലൈനാണ്, ഇത് ഇൻക്ലൈൻഡ് ലൈനാണ്. സോ ഇതൊക്കെ ഇൻക്ലൈൻഡ് ലൈനാണ്. ഒന്നാമത്തെ റെസ്റ്റിൻ്റെ എസ് ടി ഗ്രാഫാണ്. 2 ഇൻക്ലൈൻഡ് ലൈനാണ്, 3 ഇൻക്ലൈൻഡ് ലൈനാണ്, 4 ഇൻക്ലൈൻഡ് ലൈനാണ്, 5 ഇൻക്ലൈൻഡ് ലൈനാണ്. ഇൻക്ലൈൻഡ് ലൈൻ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ 2, 3, 4, 5 ഒക്കെ യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ ഏതാ കേസ് വരിക എന്നുള്ളതാണ്. ദിസ് ഈസ് യൂണിഫോം വെലോസിറ്റി എവേ ഫ്രം ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ദൂരേക്ക് പോണതാണ് ഈ ഗ്രാഫ്. യൂണിഫോം വെലോസിറ്റി എവേ ഫ്രം ദ ഒറിജിൻ. ഇപ്പം നമ്മൾ ഇവിടെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ദൂരേക്ക് പോവാം. അതിൻ്റെ ഗ്രാഫാണ് 2. ദിസ് ഈസ് യൂണിഫോം വെലോസിറ്റി ടുവേർഡ്സ് ദ ഒറിജിൻ. യൂണിഫോം വെലോസിറ്റി ടുവേർഡ്സ് ഒറിജിൻ. ഇത് എവേ ഫ്രം ഒറിജിൻ. യൂണിഫോം വെലോസിറ്റി എവേ ഫ്രം ഒറിജിൻ. ഓക്കെ, ഇത് യൂണിഫോം വെലോസിറ്റി മൂവിങ് എവേ ആഫ്റ്റർ എ ഫ്യൂ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. ആഫ്റ്റർ എ ഫ്യൂ ഡിസ്റ്റൻസ് ഓർ അറ്റ് എ ഫ്യൂ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ. ഒറിജിനിൽ നിന്ന് കുറച്ച് ദൂരേന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് 4ാമത്തെ ഗ്രാഫ്. ഇത് യൂണിഫോം വെലോസിറ്റി away from the origin start after a few time from the origin. Okay, ഒറിജിനിൽ നിന്നും കുറച്ച് സമയത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യണ ഗ്രാഫാണ് ഈ വരച്ചത്. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? NCERT-യിൽ മനോഹരമായൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രാഫ് ഇതാണ്. ഓക്കെ, 2ാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ് 2ാമത്തെ ഗ്രാഫ്. ഓക്കെ, ഒരു ഗ്രാഫ് ഇങ്ങനെയാണ്, 2ാമത്തെ ഗ്രാഫ് ഈ രീതിയിലാണ്. A, B എന്ന് പറഞ്ഞ് 2 സ്റ്റുഡൻസ് സ്കൂൾ വിട്ട് പോവാണ്. അവരുടെ മൂവ്മെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. A, B എന്ന് പറഞ്ഞ 2 സ്റ്റുഡൻസ് സ്കൂൾ വിട്ട് പോണു. അവരുടെ മൂവ്മെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? വളരെ സിമ്പിളാണ്. A സ്കൂൾ വിട്ട ഉടൻ വീട്ടിലേക്ക് പോവാണ്. B കുറച്ച് സമയം ചുറ്റിക്കറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. കാരണം ഇത്രയും സമയം ഇവിടെ നിന്നിട്ടാണ് B വീട്ടിലേക്ക് പോയത്. പറഞ്ഞ കണ്ടീഷൻ ക്ലിയർ ആയില്ലേ? A സ്കൂൾ വിട്ട ഉടൻ വീട്ടിലേക്ക് പോയി, B കുറച്ച് സമയം ചുറ്റിക്കറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഓക്കെ, പക്ഷേ B സ്പീഡിൽ പോയിട്ട് ദൂരത്തുള്ള വീട്ടിൽ ആദ്യമെത്തി. B സ്പീഡിൽ പോയിട്ട് ദൂരത്തുള്ള വീട്ടിൽ ആദ്യമെത്തി. അതിൻ്റെ കാരണം സിമ്പിൾ. A താമസിക്കണത് ഈ ഡിസ്റ്റൻസിലാണ്. എൻ്റെ ടിപ്പ് ഡിസ്പ്ലേസ്മെൻ്റ് ആക്സിസിലേക്ക് ടച്ച് ചെയ്യിക്കാം. ഓക്കെ, ഇനി B നിൽക്കണത് ഇവിടെയാണ്. B നിൽക്കണത് ഇവിടെയാണ്. A വീട്ടിലെത്തിയ സമയം ഇതാണ്. A വീട്ടിലെത്തിയ സമയം. B വീട്ടിലെത്തിയ സമയം ഇതാണ്. ഓക്കെ, പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? സോ A താമസിക്കണത് ഈ ഡിസ്റ്റൻസിലാണ്, B താമസിക്കണത് ഈ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ B ആണ് ദൂരെ താമസിക്കണത്. പക്ഷേ A വീട്ടിലെത്തിയത് ഈ സമയത്താണെങ്കിൽ B ഇപ്പം തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം വീട്ടിലെത്തിയ ആളാരാണ്? B ആണ്. ദൂരത്തുള്ള വീട്ടിൽ ആദ്യം എത്തിയെന്നുണ്ടെങ്കിൽ അയാൾ സ്പീഡ് പോയിട്ടുണ്ടാവില്ലേ? ഇനി ഈ പോയിന്റ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? B Aനെ ഓവർടേക്ക് ചെയ്ത് പോയി. ഇത് ഞാൻ വേറെ രീതിയിൽ പറയാറുണ്ട്. ഞാനും ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് പേഴ്സണും തമ്മിൽ ഓട്ട മത്സരം നടക്കുകയാണെന്ന് വിചാരിക്കാം.
അങ്ങനെ ഓട്ടമത്സരം നടക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഫാസ്റ്റസ്റ്റ് പേഴ്സൺ 2 കണ്ടീഷൻസ് ഒബേ ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ മത്സരത്തിന് ചെല്ലുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ, അയാൾ ഒറിജിനിൽ നിൽക്കും, ഞാൻ 50 മീറ്റർ ദൂരത്ത് നിൽക്കും. എന്നിട്ട് വിസിലടിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഓടും. ഓക്കെ, പറഞ്ഞ കണ്ടീഷൻ ക്ലിയർ ആയില്ലേ? അയാൾ ഒറിജിനിൽ നിൽക്കും, ഞാൻ 50 മീറ്റർ ദൂരത്ത് നിൽക്കും, വിസിലടിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഓടും. ഓക്കെ, സോ ആ ഓട്ടത്തിൻ്റെ ഗ്രാഫ് എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ, അയാൾ ഒറിജിനിൽ നിന്ന് നീങ്ങണം ഇങ്ങനെ. ഓക്കെ, അയാൾ ഒറിജിനിൽ നിന്ന് നീങ്ങാണ്, ഞാൻ 50 മീറ്റർ എന്നാണ് നീങ്ങണത്. ഞാൻ 50 മീറ്റർ നിന്ന് നീങ്ങണു ഇങ്ങനെ 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 നീങ്ങണു. ഓക്കെ, ഞാൻ 50 മീറ്ററിന് ഇങ്ങനെ നീങ്ങണു. ഇറ്റ് ഈസ് മീ ആൻഡ് ദിസ് ഈസ് ദാറ്റ് ഫാസ്റ്റസ്റ്റ് പേഴ്സൺ. അപ്പോൾ അയാൾ എന്നെ ജയിക്കുക കേട്ടോ, അത് സംശയമൊന്നുമില്ല. ഓക്കെ, അയാൾ തന്നെയാണ് ജയിക്കുക. അയാൾ എത്രയോ മുന്നേ ഞാൻ ഇങ്ങനെ പോയിട്ടാണ് ഞാൻ ലക്ഷ്യത്തിലെത്താന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എപ്പോഴോ ഇവിടെ എത്തിപ്പോയിട്ടുണ്ടാവും, 100 മീറ്റർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ എത്തിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അങ്ങനെ തന്നെ വേണം നിർബന്ധമില്ല. ഞങ്ങൾ രണ്ടാളും ഒറിജിനിൽ നിൽക്കും. വിസിലടിച്ച മൊമെൻറ്റിൽ ഞാൻ ഓടും. 8 സെക്കൻഡ് കഴിഞ്ഞിട്ട് അയാൾ ഓടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ, വിസിലടിച്ച മൊമെൻറ്റിൽ ഞാൻ ഓടും ഇങ്ങനെ. 8 സെക്കൻഡ് കഴിഞ്ഞിട്ടേ അയാൾ ഓടാൻ പാടുള്ളൂ. സോ അയാൾ 8 സെക്കൻഡ് കഴിഞ്ഞിട്ട് അയാൾ ഓടും ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് അയാൾ ആദ്യം എത്തും. സോ ഇറ്റ് ഈസ് മീ ആൻഡ് ദിസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് പേഴ്സൺ. പറഞ്ഞ കണ്ടീഷൻ ക്ലിയർ ആയില്ലേ? ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഇവിടെ വരച്ചത്. ഓൾ ദീസ് ആർ ST ഗ്രാഫ്സ്. ഓക്കെ, സോ ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി അപ്പോൾ യൂണിഫോം വെലോസിറ്റിൻ്റെ ഗ്രാഫാണ് ഈ പറഞ്ഞതൊക്കെ. ഇത് നെഗറ്റീവ് ആക്സിസിലാണ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെ ആവുന്നു മാത്രം. ദാറ്റ് ഈസ് ഓൺലി ചേഞ്ച്. ST ഗ്രാഫ്. ഓക്കെ, സോ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് വരാം, എവേ ഫ്രം ദ ഒറിജിൻ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. ഇനി യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ഇക്വേഷൻ ഇതല്ലേ? S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ അല്ലേ? S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇതാണ് ST ഗ്രാഫിൻ്റെ ഇക്വേഷൻ. S is equal to UT plus half AT square. So ഗ്രാഫ് പാരബോളിക് ഷേപ്പ് അല്ലേ വരിക? ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്, ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ് ST. ഓക്കെ, ഇനി ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്, ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ് ST. ഇതൊക്കെ ഏതാണ് വരിക എന്നുള്ളതാണ്. This is uniform acceleration away from the origin. This is uniform retardation away from the origin. Okay, this is uniform retardation towards the origin. This is uniform retardation this is uniform acceleration towards the origin. Uniform acceleration towards the origin. സംശയമില്ലല്ലോ, അടുത്തേക്ക് സ്പീഡ് കൂടി വരാം. ഈ 4 ഗ്രാഫിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, 6, 7, 8 7, 8, 9, 10. ഓക്കെ, സോ ഈ 7, 8, 9, 10 എന്നുള്ള ഗ്രാഫിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഗ്രാഫ് വരച്ച് വരുമ്പോൾ y ആക്സിലേക്ക് ചെരിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത് ആക്സിലറേറ്റഡ് ആവും. ഗ്രാഫ് വരച്ച് വരുമ്പോൾ ടൈം ആക്സിസിന് പാരലായിട്ടാണ് വരുന്നതെങ്കിൽ അത് റിട്ടാർഡഡ് ആവും. ഓക്കെ, സോ നോക്കിക്കോളൂ, ഇത് റിട്ടാർഡറാണ്, ഇത് റിട്ടാർഡഡ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ y ആക്സിന് പാരലായിട്ടാണ് വരുന്നതെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ആക്സിലറേറ്റഡ്. ഇനി കുറേ ഗ്രാഫ് തരാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറേ ഗ്രാഫ് തരണം. ഇതിൻ്റെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ്, ദിസ് ഈസ് 1, 2, 3, 4,
5 ഇങ്ങനെ 5 ഗ്രാഫുകൾ തരാണ്. എ ബി സി ഡി ഇ. ഇവരുടെ വെലോസിറ്റികൾ കമ്പയർ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ വളരെ സിമ്പിളാണ്. വൈ ആക്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാണോ അയാൾക്കായിരിക്കും മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. എക്സ് ആക്സിനോട് അടുത്ത് നിൽക്കുന്നത് ആരാണോ അയാൾക്കായിരിക്കും മിനിമം വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, വൈ ആക്സിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്ക് മാക്സിമം വെലോസിറ്റി, എക്സ് ആക്സിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്ക് മിനിമം വെലോസിറ്റി. ഇനി ഒരു ഗ്രാഫ് ഇങ്ങനെ വന്നു വിചാരിക്കുക. ഓക്കെ, വേറൊരു ഗ്രാഫ് ഇങ്ങനെയാണ് വന്നത്, വേറൊരു ഗ്രാഫ് ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, എസ് ടി ഗ്രാഫ്. ഈ മൂന്നിൻ്റെയും സ്പെഷ്യാലിറ്റി മൂന്നും ഇമ്പോസിബിൾ ഗ്രാഫുകളാണ്. ഇമ്പോസിബിൾ ഗ്രാഫ്. ഇത് ഇമ്പോസിബിൾ ആണ്, ഇത് ഇമ്പോസിബിൾ ആണ്, ഇതും ഇമ്പോസിബിൾ ആണ്. ഈ മൂന്നും ഇമ്പോസിബിൾ ഗ്രാഫുകളാണ്. അതിൻ്റെ കാരണം സിമ്പിൾ. ഈ ഗ്രാഫ് ശരിയാണെങ്കിൽ എൻ്റെ നോർമൽ എക്സാമ്പിൾ പ്രകാരം കോഴിക്കോട് തൃശ്ശൂർ ഒരു ബസ് യാത്ര ചെയ്യുകയാണെങ്കിൽ രാവിലെ 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 സാധാരണ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് സെലക്ട് ചെയ്ത് വിചാരിക്കാം. ഓക്കെ, ഇവിടെ പൊസിഷൻ സെലക്ട് ചെയ്യാണ് കാലിക്കറ്റ്, രാമനാട്ടുകര, ദെൻ നമ്മളുടെ ചങ്കുവെട്ടി, വളാഞ്ചേരി, എടപ്പാൾ, കുന്നംകുളം, തൃശ്ശൂർ. ഓക്കെ, ഈ ഗ്രാഫ് ശരിയാണെങ്കിൽ 9 മണിക്ക് ഒരു ബസ് കോഴിക്കോടുണ്ട്, അതേ 9 മണിക്ക് ബസ് രാമനാട്ടിലുണ്ട്, അതേ 9 മണിക്ക് ചങ്കുവെട്ടുണ്ട്, അതേ 9 മണിക്ക് ആ ബസ് വളാഞ്ചേരി ഉണ്ട്, അതേ 9 മണിക്ക് എടപ്പാളുണ്ട്, കുന്നംകുളത്തുണ്ട്, അതേ 9 മണിക്ക് ആ ബസ് എവിടെ ഉണ്ട്? തൃശ്ശൂരുണ്ട്. ഒരു ബസ് ഇന്ന് രാവിലെ 9 മണിക്ക് കോഴിക്കോടും ചങ്കുവെട്ടിയും വളാഞ്ചേരിയും അതേമാതിരി തന്നെ കുന്നംകുളവും തൃശ്ശൂരും എല്ലാ സ്ഥലത്തും കൂടി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു കേസ് ഇമ്പോസിബിൾ ആണ് ഒരേ സമയം. ഇനി ഇതൊന്നും കൂടിയും ഭീകരമാണ്. ഒരു കുട്ടി അയാളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരികയാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കക്കാട് നിന്നും എടരിക്കോട്ടേക്ക് ഒരു കുട്ടി വരികയാണ്. ഓക്കെ, കക്കാട് നിന്ന് എടരിക്കോട്ടേക്ക് അല്ലെങ്കിൽ കക്കാട് നിന്ന് കോട്ടക്കലേക്ക് ഒരു കുട്ടി വരികയാണ്. ഓക്കെ, ചങ്കുവെട്ടി സ്റ്റോപ്പിൽ ഇറങ്ങി. ചങ്കുവെട്ടി സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ആണ് ആ കുട്ടിക്കൊരു തോന്നൽ വന്നത്, ഞാൻ അർജൻറ്റായിട്ട് എന്തോ ഒരു കാര്യം എടുക്കാൻ വിട്ടിട്ടുണ്ട്. ഓക്കെ, കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചങ്കുവെട്ടി വന്ന് ഇറങ്ങിയപ്പോഴാണ് ആ കുട്ടിക്ക് ഒരു ചിന്ത വന്നത്, ഞാൻ എന്തോ അർജൻറ്റായിട്ട് നിർബന്ധമായിട്ട് എടുക്കേണ്ട എന്തോ സംഭവം മറന്നു. സോ രാവിലെ 8 മണിക്ക് ആ കുട്ടി അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് ആ കുട്ടി കക്കാട് നിന്ന് പുറപ്പെട്ടു. കുട്ടി 7:30 ചങ്കുവെട്ടി എത്തിച്ചേരാണ്. നാഷണൽ ഹൈവേയിൽ കോട്ടക്കലിനോട് അടുത്തുള്ള ഒരു സ്ഥലം, പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടുത്തെ നാഷണൽ ഹൈവേയിലെ 2 സ്ഥലങ്ങൾ എന്നുള്ളൂ. എനിക്കറിയണ സ്ഥലം പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ തന്നെ ആവണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം സെലക്ട് ചെയ്തോളൂ. ഇപ്പം കണ്ണൂരിൽ നിന്ന് വടകരയ്ക്ക് വരാണെന്ന് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ഓക്കെ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ആലുവയ്ക്ക് പോവാണെന്ന് പറഞ്ഞോളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലം, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി 7 മണിക്ക് ആ കുട്ടി സ്റ്റാർട്ട് ചെയ്തു, 7:30 ആ കുട്ടിയുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് എന്തോ എടുക്കാൻ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആ കുട്ടി അത് എടുക്കാൻ വേണ്ടി തിരിച്ചിങ്ങോട്ട് തന്നെ പോരാണ്. അങ്ങനെ പോന്ന് ആ കുട്ടി എന്ത് ചെയ്യും? പൊസിഷൻ ഇവിടെ എത്തിച്ചേരാണ്. ഓക്കെ, സോ ഇവിടുന്ന് പോയി ഇവിടെ എത്തി തിരിച്ചു ഇവിടെ എത്തിച്ചേരാണ്. അങ്ങനെ എത്തിച്ചേരുമ്പോഴുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, ഇന്ന് രാവിലെ 7 മണി എന്നായിട്ട് മാറും. സോ ഇങ്ങോട്ട് പോകുമ്പോൾ സമയം കൂടിയെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുക? ആ സമയം കുറഞ്ഞു വരും. ഓക്കെ, ആ സമയം കുറഞ്ഞു വരും. ആ സമയം കുറഞ്ഞു വരുമ്പോൾ ഓക്കെ, ഇതിലെ ഗ്രാഫിൻ്റെ പൊസിഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഞാൻ വരയ്ക്കാനുള്ള ഒരു സൗകര്യത്തിന് അങ്ങനെ വരച്ചു വെച്ചതാണ്. ഒരാൾ തർക്കിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുകയാണ്, എന്താണ് സർ ഈ പൊസിഷനിലേക്ക് അല്ലല്ലോ ആ കുട്ടി എത്തിയത്? ബുദ്ധിമുട്ടൊന്നുമില്ല, അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, സമയം എങ്ങനെ ചിലവാകുന്നു മാത്രം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഞാൻ ആ ഗ്രാഫ് കാണിച്ചു തരാണെങ്കിൽ, ഓക്കെ ഇവിടെ കാണിച്ചു തരാണെങ്കിൽ അപ്പം നിങ്ങൾ ഗ്രാഫ് വരയ്ക്കേണ്ടത് ഇങ്ങനെ ആവുന്നു മാത്രം. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതേ പൊസിഷൻ, അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ വരച്ച് ഇങ്ങനെ ആക്കിയാൽ മതി, പ്രശ്നം തീരും. ഓക്കെ, പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് ആവശ്യം പൊസിഷനേക്കാൾ കൂടുതൽ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് അവിടേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതും വെച്ച് തർക്കിക്കരുത്, അപ്പം വിട്ടുതരും നിങ്ങൾ പറഞ്ഞ പോലെ.
ഓക്കെ, കാരണം തർക്കത്തിന് സ്കോപ്പില്ല, ആവശ്യങ്ങൾക്കേ സ്കോപ്പുള്ളൂ. പറയാൻ വേണ്ടി നമുക്ക് എത്ര വേണമെങ്കിലും തർക്കിക്കാം. എന്താ കാര്യം? ഒരു കാര്യമല്ല, രണ്ടാളെ എനർജി പോവും. അതിനേക്കാൾ നല്ല എന്താണ്? ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. ഓക്കെ, ഇതിൻ്റെ ലോജിക് മനസ്സിലാക്കുക. ഇവിടുന്ന് പുറപ്പെട്ടു, ഇങ്ങനെ പോയി തിരിച്ചാ കുട്ടി ഇവിടെ തന്നെ എത്തിയാൽ വിചാരിച്ചോളൂ, നോ പ്രോബ്ലം. അപ്പോൾ രണ്ടും സെയിം ആയില്ലേ? ഈ പോയിന്റ് നിന്നാണ് ആ കുട്ടി സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം. അങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ട് പോയ സമയം തിരിച്ചിങ്ങോട്ട് തന്നെ പോരല്ലേ? എൻ്റെ കോൺസെപ്റ്റ് അവിടെയാണ്. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയ കുട്ടി 7:30, തിരിച്ചിങ്ങോട്ട് തന്നെ എത്തിയപ്പോൾ സമയം രാവിലെ 7 മണി തന്നെ ആവുകയാണെങ്കിൽ അപ്പോൾ ആ കുട്ടി കക്കാട് നിൽക്കാണ്ട് നേരെ യൂണിവേഴ്സിറ്റി വഴി കോഴിക്കോട് അങ്ങനെയാണ് പോയാൽ എന്താ സംഭവിക്കുക? ഇങ്ങോട്ട് പോകുമ്പോൾ സമയം പോസിറ്റീവ്, ലെഫ്റ്റ് അടിച്ച് പോകുമ്പോൾ സമയം നെഗറ്റീവാണ് വരണമെന്നുണ്ടെങ്കിൽ മംഗലാപുരം വഴി അങ്ങനെ ബോംബെ വഴിയാണ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്നലെ വൈകുന്നേരവും ഇന്നലെ ഉച്ചയും ഇന്നലെ രാവിലെയും മിനിയാന്ന് വൈകുന്നേരം മിനിയാന്ന് രാവിലൊക്കെ കണ്ടൂടെ? അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് ഉറപ്പല്ലേ? സോ ആ ഒരു കേസ് ഇവിടെ വരും. അതുകൊണ്ട് അത് ഇമ്പോസിബിൾ ആണ്. ഹിയർ ടൈം റിമൈൻസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. ഹിയർ ടൈം മൂവിങ് ബാക്ക്, ഇറ്റ്സ് അഗെയിൻ ഇമ്പോസിബിൾ. ഇനി ഇങ്ങനെ വരച്ചാലും ഈ ഗ്രാഫ് ഇമ്പോസിബിൾ ആണ്. കാരണം ഒരേ സമയത്ത് എന്തുണ്ട്? 2ഉം 3ഉം പൊസിഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇമ്പോസിബിൾ ആണ്. ഈ ഗ്രാഫും എന്തുതന്നെയാണ്? ഇമ്പോസിബിൾ ആണ്. ഓക്കെ, സോ ST ഗ്രാഫ് എന്നുള്ള ഏരിയ ആണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കൂടെ നമ്മൾ പറയണതാണ്. ST VT ഗ്രാഫ് നമുക്ക് ഇനിയും പറയാനുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗ്രാഫിൻ്റെ സുന്ദരമായ ലോകം നിങ്ങളുടെ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ റിയൽ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.